അപ്പം ഞങ്ങൾ അവളെ ഒന്ന് ഹോമിയോനെ കാണിക്കാൻ വേണ്ടിയിട്ടോ വന്നത്. അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നതുകൊണ്ട് പിന്നെ രാത്രി ശ്വാസം വലിക്കുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് മരുന്ന് ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. എവിടെ പോയാലും പിള്ളേരിങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടേയിരിക്കും. നല്ല ഡോക്ടറായിരുന്നു. ഇങ്ങോട്ടേക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അങ്ങോട്ടൊന്നും എടുത്ത് പറയണ്ട, ചോദിക്കുന്നതിന് ആൻസർ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ നേരെ ഇതിൻ്റെ മുമ്പിലാട്ടോ പെട്ടത്. അമ്മേനെക്കാട്ടിയും വാശിയാണ് മോക്ക്. പിന്നെ പണ്ട് കാര്യം അവളോട് ഐസ്ക്രീമും ചോക്ലേറ്റ് ഒന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അവളെ വാശി പിടിപ്പിക്കാനും അധികം പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഇവിടുത്തെ കടി നല്ല ക്വാണ്ടിറ്റിയുള്ള കടികൾ, അതുമല്ല ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ റേറ്റും കുറച്ച് കൂടുതലാണ്. പിന്നെ നേരെ വീട്ടിലത്തെ ഈ ഒരു സാധനം പൊളിക്കായിട്ടുണ്ട് ധൃതി. കുറച്ച് മെൽട്ടായി പോയിട്ടുണ്ട്, കുറച്ചധികം മെൽട്ടായി പോയിട്ടുണ്ട്. അപ്പം ഞാനോട് പറഞ്ഞു അധികം ചോക്ലേറ്റ് കഴിക്കരുത്, ഇത് ഫുള്ളും കഴിക്കേണ്ട, കുറച്ച് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അവൾ എനിക്ക് തന്നത് ഈ ഒരു മൂടി മാത്രം കേട്ടോ. അമ്മ മൂടിയിലുള്ളത് കഴിച്ചാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ അമ്മമാർ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയും ഇഷ്ടപ്പെടുത്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.